പേര് ഷൈനി. ഞാൻ OET റീസൺ വിന്നറാണ്. ഞാൻ ഓഗസ്റ്റ് 17 എക്സാം എഴുതിയത്. എനിക്ക് എയർലൈൻ സ്കോറാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാൻ നഴ്സിംഗ് പഠിച്ചത് യൂണിറ്റി സ്കൂൾ ഓഫ് നഴ്സിംഗ് കുന്നംകുളം. ഞാൻ റീസെൻ്റ്ലി ജൂബിലി മിഷനിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ പേര് അനീറ്റ. ഞാൻ മിഷൻ ലേണിംഗിൽ റീസെൻ്റ് പോയിട്ട് വിന്നറാണ്. ഞാൻ ഓഗസ്റ്റ് 17 എക്സാം എഴുതിയത്. ഞാൻ ജൂബിലി മിഷൻ കോളേജിലാണ് പഠിച്ചത് നഴ്സിംഗ്. റീസെൻ്റ്ലി പാസ് ഔട്ടാണ്. എൻ്റെ സീനിയേഴ്സ് പറഞ്ഞിട്ടാണ് ഞാൻ മിഷൻ ലേണിംഗിനെ കുറിച്ച് അറിയുന്നത്. ഓക്കെ, എൻ്റെ പേര് സാന്ദ്ര. ഞാൻ റീസെൻ്റ് OET വിന്നറാണ്. ഞങ്ങൾ എക്സാം എഴുതിയത് ഓഗസ്റ്റ് 17 ഞാനും ജൂബിലി മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗിന് റീസെന്റ് പാസ് ഔട്ട് ആയിട്ടാണ്. ഞങ്ങൾക്ക് മിഷൻ ലേണിംഗിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ ട്യൂട്ടേഴ്സ് ആണ്. കാരണം അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. അവരുടെ ഇവിടെ ഞങ്ങൾക്ക് കോച്ചിങ് തരാം, റൈറ്റിംഗ് ആയാലും സ്പീക്കിംഗ് ആയാലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്രെയിനിങ് ആയിരുന്നു. അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഓരോ ടൈം ചെല്ലുമ്പോഴും നമുക്ക് സ്പെസിഫിക് ആയിട്ടും ഓരോ പാരഗ്രാഫ്, ഓരോ സെന്റൻസിൽ ഉണ്ടാകുന്ന മിസ്റ്റേക്സ്, അതിന് ഗ്രാമർ ബേസ്ഡ് എല്ലാം പറഞ്ഞു തരുമായിരുന്നു. അത് കാരണം വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അത്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് സ്റ്റുഡൻറ് ടീച്ചർ എന്ന നിലയ്ക്ക് മാത്രമല്ല, വളരെ ഫ്രണ്ട്ലി ആണ് ഇവിടുത്തെ ട്യൂട്ടേഴ്സ് എല്ലാവരും. വളരെ അപ്രോച്ചബിൾ ആയിരുന്നു. അത് കാരണം എക്സാമിന് അടുക്കുന്നവരുള്ളൊരു പേടി അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എല്ലാവരും. ഞാനിവിടെ OETയിൽ 2 month കോഴ്സ് ആയിരുന്നു എടുത്തിരുന്നത്. എനിക്കിവിടെ വന്നപ്പം OET എന്താണെന്ന് അറിയണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് നമുക്ക് ഓറിയന്റേഷൻ മുതൽ നമുക്ക് അതിനെക്കുറിച്ച് ഐഡിയ തന്ന് പിന്നെ 4 ബാച്ചസ് ആയിട്ടാണ് നമുക്ക് ഉണ്ടായിരുന്നത്. ബിഗിനേഴ്സ് ബാച്ച്, ഇന്റർമീഡിയറ്റ് ബാച്ച്, പ്രീ എക്സാം, എക്സാം ബാച്ച്. നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് റൈറ്റിങ്ങിനും അതുപോലെ തന്നെ സ്പീക്കിങ്ങിനും ഡെയിലി ക്ലാസ്സസ് ഉണ്ടായിരുന്നു. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു അത്. നമുക്ക് നമ്മുടെ എന്താണോ നമ്മുടെ ഡിഫിക്കൽട്ട് ഒരു ഏരിയ ഉള്ളത് അതിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാഡംസ് എല്ലാവരും. പിന്നെ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ തന്നെ റീഡിങ്ങിൻ്റെയും ലിസണിങ്ങിൻ്റെയും ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ നമുക്ക് എന്താണോ ഒരു ഡൗട്ട് ഉള്ളത് നമുക്ക് അപ്പോൾ തന്നെ അപ്രോച്ചബിൾ ആയിരുന്നു എല്ലാവരും. നമുക്ക് ചോദിച്ച് അതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിരുന്നു. പിന്നെ നമുക്ക് പ്രീ എക്സാം തൊട്ട് നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. മോക്ക് ടെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ വീക്കിലി നമുക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. പിന്നെ ഈ മോക്ക് ടെസ്റ്റ് വളരെയധികം സഹായിച്ചു. എക്സാമിൻ്റെ സമയത്ത് ഫീൽഡുകൾ സഹായിച്ചു. നമുക്കിപ്പോൾ റീഡിങ്ങും ലിസണിങ്ങും ഒക്കെ ആണെങ്കിലും നമുക്ക് ടൈം വയ്ക്കുന്നത് 13 minutes ആണ് റീഡിങ്ങിന്. അത് വളരെയധികം സഹായിച്ചു. എക്സാമിന് നമുക്ക് 15 minutes ആണ്. നമുക്ക് ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇത് വളരെയധികം സഹായിച്ചു. ഞങ്ങൾ എക്സാമിൽ പോയ സമയത്തായാലും ഞങ്ങൾ ഇവിടെ ചെയ്ത് പഠിച്ചിട്ടുള്ള സ്പീക്കിങ്ങിൻ്റെ പ്ലേ കാർഡ്സ് തന്നെയായിരുന്നു നമുക്ക് അവിടെയും അതുപോലത്തെ മോഡൽ തന്നെയായിരുന്നു കിട്ടിയത്. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ആ സമയത്ത് സ്പീക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. ഓക്കെ, ഞങ്ങളുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു OET. അതിൽ ഞങ്ങൾക്ക് നല്ല മാർക്ക് സ്കോറോട് കൂടി OET ക്രാക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ OET ട്രെയിനിങ്ങിന് വേണ്ടി സെർച്ച് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ മിഷൻ ലേണിംഗ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യാണ്. കാരണം അത്രയും നല്ല കോച്ചിങ് ആണ് ഇവിടെ കൊടുക്കുന്നത്. അത്രയും അപ്രോച്ചബിളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പോൾ താങ്ക് യു മിഷൻ ലേണിംഗ്.